നമസ്കാരം. കൃതി എന്നാൽ പ്രവൃത്തി സാമർഥ്യമുള്ളവൻ, വിദ്വാൻ, ശ്രേഷ്ഠൻ എന്നൊക്കെയാണ് അർത്ഥം. അറിവും ആനന്ദവും പകരുന്ന കൃതിക്ക് സാഹിത്യം എന്നും നാം പറയുന്നു. കൂട്ടമായിരിക്കുന്ന നില എന്നും അതിനർത്ഥമുണ്ട്. 2015 ഞാൻ എഴുതിയ ഒരു ഗദ്യകവിതയ്ക്ക് കൃതി എന്നായിരുന്നു പേര്. കണ്ണിൽ കണ്ണുരഞ്ഞപ്പോൾ പാറിയ തിളക്കം മതിയല്ലോ കരളിൽ പാട്ടുണ്ടാകാൻ. പലരും കഥകളുണ്ടാക്കിയപ്പോൾ നമുക്ക് തീരാ കഥനമുണ്ടായല്ലോ. കിളികൾ കൂടൊരുക്കാൻ ചുള്ളിക്കമ്പുകൾ പെറുക്കിയപ്പോൾ നാം വിരലുകോർത്ത് വെറുതെയിരുന്നു. അതായിരുന്നുവോ തുടക്കം? സന്ധ്യകൾ നമുക്ക് ചുറ്റും ലക്ഷ്മണരേഖകൾ വരഞ്ഞു. രജനികൾ ഹിമഗണങ്ങൾ വാരിയെറിഞ്ഞു. നിദ്രാദേവി ദൂരെ നിന്ന് നൃത്തം ചെയ്ത് കൊതിപ്പിച്ചു. മോഹത്തിന്റെ മാറാല മുഖത്തടിച്ചു. ദീർഘനിശ്വാസങ്ങൾ കെട്ടിപ്പുണർന്നു. ഒരിടത്തേക്കും ചലിക്കാത്ത പാദങ്ങളോടെ നാം പ്രപഞ്ചത്തെ ഒരു ചെറു ചലനത്തിലേക്ക് ആവാഹിച്ചു. നക്ഷത്ര രാജ്യത്ത് നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. ദാഹവും മോഹവും കെട്ടടങ്ങും വരെ, നാവ് തളരും വരെ നാം പരസ്പരം തേടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഏതോ നിമിഷത്തിന്റെ പുറംപോക്കിൽ തൃപ്തിയുടെ കുടില് കെട്ടി. ചലനങ്ങൾ തുള്ളിച്ചാടലുകളായി. കാലാതീതമായ രാഗരഹസ്യങ്ങളുടെ കലവറയായി. നാം അതീവ സാഹിത്യമായി.